പ്രിയമുള്ള കലാസ്നേഹികളെ, എൻ്റെ പേര് സെൽവരാജ്, സ്വദേശം പരിയാരം. ഞാനൊരു പ്രമുഖ ലോട്ടറി ഏജൻ്റാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഒരു ലഘുനാടകത്തിലെ ചെറിയ സംഭാഷണം അവതരിപ്പിക്കുകയാണ്. അതിനു മുമ്പ് നിങ്ങളോട് രണ്ട് വാക്ക്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി വീരവൃത്തി വരിച്ച ധീര ജവാന്മാരുടെ കരളലിയിക്കുന്ന കഥനകഥയാണ് എൻ്റെ രംഗഭാഷ. ഇതിലെന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ സൗന്യം ക്ഷമിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ടും സൗന്യം ക്ഷമിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ സിമ്പിൾ പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ്. അനുഗ്രഹിച്ചാലും സ്വീകരിച്ചാലും അനുഗ്രഹിച്ചാലും. ഷാഫി, വരൂ, നമുക്ക് യാത്ര തുടങ്ങാം. വേണ്ട, നീ വല്ലാതെ തളർന്നിരിക്കുന്നു. എന്നെയും ചുമന്ന് യാത്ര തുടരാൻ നിനക്കാവില്ല. നീ അത് കാര്യമാക്കണ്ട. വേണം പ്രസാദ്, കാരണം ഞാൻ മരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഷാഫി, നീ എന്താണ് പറഞ്ഞത്? സത്യം, ഉപയോഗശൂന്യവുമായ ശരീരം വലിച്ചടിച്ച് നിൻ്റെ ജീവിതം കൂടി നീ നശിപ്പിക്കരുത്. നീ വെറുതെ സെൻറ്റിമെൻ്റലാവണം. വരൂ, അല്പം വിശ്രമിക്കൂ, ശേഷം നമുക്ക് യാത്ര ചെയ്യാം. വേണ്ട, മരുകൾ തട്ടിത്തകർന്ന കാലുകൾ, അതിലേക്കാണ് ഉപരി തകർന്ന മനസ്സ്. ശരീരത്തിൻ്റെ ക്ഷീണം മനസ്സിനെ തളർത്തുകയാവാം. സ്വന്തക്കാർക്ക് ദുസ്സഹമായ ഭാരമാകാനാണോ ഞാൻ ഈ യാത്ര തുടരേണ്ടത്? അതിർത്തി എത്തിയാൽ പ്രശാന്തപുരിയായി. അവിടെ ഒരു ഓട്ടുപുരയുണ്ട്. വിറയ്ക്കുന്ന കയ്യിൽ ജപമാലയുമായി വൃദ്ധനും അവശനുമായ ഒരു മൗലവി അവിടെ കഴിയുന്നുണ്ടാകും. നീ ചെന്ന് പറയണം, ഈ ഷാഫിക്ക് നാട്ടിലേക്ക് തിരിച്ചു വരുവാൻ സാധിക്കുകയില്ല എന്ന്. നീ പറയില്ലേ പ്രസാദ്, പറയില്ലേ? നോക്കൂ പ്രസാദ്, അങ്ങ് ദൂരെ പ്രശാന്തപുരിക്കുമേൽ 7 പൊന്നക്ഷത്രങ്ങൾ തെളിഞ്ഞു നിൽക്കുകയാണ്. കാർമേഘത്തിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വന്ന് പുഞ്ചിരിക്കുന്ന അറബി പെൺകുടികളെ പോലെ. അവിടെ ദുഃഖങ്ങളില്ല, ദുരിതങ്ങളില്ല, വെടിമരുന്ന് മണക്കുന്ന പുഞ്ചിരിയും തീനാമ്പൂ വീണ് കരഞ്ഞ നൊമ്പരങ്ങളുമില്ല. പരസ്പരം സ്നേഹിക്കാൻ അറിയാവുന്ന മനുഷ്യർ മാത്രം. ശാന്തിയും സമാധാനവും പൂക്കളുടെ സുഗന്ധം പോലെ നിറഞ്ഞു നിൽക്കുകയാണ് പ്രസാദ്. നീ പോയിക്കൊള്ളൂ വേഗം.